കേരളത്തിലെ വിനോദസഞ്ചാര മേഖലയ്ക്ക് വലിയ മാറ്റമുണ്ടാക്കാൻ പോകുന്ന ഒരു പദ്ധതിയാണ് സീപ്ലെയിൻ പദ്ധതി. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ആദ്യ പറക്കൽ ഈ കൊച്ചിയിൽ നിന്ന് മാട്ടുപ്പെട്ടി ഡാമിലേക്ക് നടത്തിയിരുന്നു. അതിന് പിന്നാലെ ചില എതിർപ്പുകളൊക്കെ തന്നെ ഉയർന്നിരുന്നു. മത്സ്യസമ്പത്തിനെ ബാധിക്കും, പരിസ്ഥിതിക്ക് ദോഷമുണ്ടാക്കും തുടങ്ങിയ എതിർപ്പുകളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ കൂടിയും സീപ്ലെയിൻ പദ്ധതി യാഥാർത്ഥ്യമാകാൻ പോകുന്നു എന്നുള്ള ഒരു സന്തോഷകരമായ വാർത്തയാണ് ഈ ടൂറിസം മന്ത്രി PA മുഹമ്മദ് റിയാസ് ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത്. കേരളത്തിന് സീപ്ലെയിൻ റൂട്ടുകൾ അനുവദിച്ചിരിക്കുന്നു. കേന്ദ്രം അക്കാര്യത്തിൽ ഒരു അനുകൂല നടപടി സ്വീകരിച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 48 സീപ്ലെയിൻ റൂട്ടുകളാണ് കേന്ദ്രം അനുവദിച്ചിരിക്കുന്നത്. 4 എയർലൈൻസിനാണ് നിലവിൽ ഇത്തരത്തിൽ 48 റൂട്ടുകൾ അനുവദിച്ചിരിക്കുന്നത്. അധികം വൈകാതെ തന്നെ പദ്ധതി യാഥാർത്ഥ്യമാകും. ഈ പദ്ധതിക്ക് വേണ്ടിയിട്ടുള്ള അടിസ്ഥാന സൌകര്യം ഉടൻ തന്നെ തയ്യാറാകും എന്നതാണ് ഈ ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസ് അറിയിച്ചിരിക്കുന്നത്. ബഡ്ജറ്റിൽ തന്നെ സീപ്ലെയിൻ പദ്ധതിക്ക് വേണ്ടി സർക്കാർ ഫണ്ട് മാറ്റിവെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ അടിസ്ഥാന സൌകര്യങ്ങൾ ഒരുക്കുന്ന പണികളാണ് ഇനി നടക്കാൻ പോകുന്നത്. അധികം വൈകാതെ തന്നെ ഈ പദ്ധതി യാഥാർത്ഥ്യമാവുകയും ഈ ടൂറിസം രംഗത്ത് വലിയ മാറ്റങ്ങൾ ഉണ്ടാകും എന്നതാണ് പ്രധാനമായും അറിയാൻ കഴിയുന്നത്. ഒപ്പം കേരളത്തിലെ ഡാമുകളെ ഉൾപ്പെടെ ബന്ധിപ്പിച്ചുകൊണ്ടായിരിക്കും ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ആഭ്യന്തര ടൂറിസ്റ്റുകളെയും ഒപ്പം ഈ കേരളത്തിൽ നിന്ന് പുറത്ത് അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്തു നിന്നുള്ള വിനോദസഞ്ചാരികളെയും ഈ പദ്ധതി ആകർഷിക്കും. അത് കേരളത്തിന് തന്നെ വലിയ നേട്ടമുണ്ടാക്കാൻ കഴിയും എന്നുള്ള പ്രതീക്ഷയാണ് നിലവിൽ ടൂറിസം വകുപ്പ് പങ്കുവയ്ക്കുന്നത്.